शुभं करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघासुरेश्वरगजो ब्रह्मादिदेवाङ्गना अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. ജീവധാരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കുട്ടികളിൽ കാണുന്ന ചർമ്മരോഗങ്ങളാകട്ടെ. പ്രധാനമായും ഈ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതലായി കാണുന്ന അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അഥവാ അലർജിക് ഡെർമറ്റൈറ്റിസ് എന്ന എക്സിമ രോഗത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. എക്സിമ എന്നത് ഒരു വിശാലമായ ഒരു പദമാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ അത് കുട്ടികളിൽ കാണുന്നത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന രോഗമാണ്. പ്രധാനമായിട്ട് നമ്മൾ ഒ പി ഡിയിൽ ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു 1/3 നമ്മുടെ ഒ പി ഡിയിൽ വരുന്ന രോഗികളിൽ ഒരു 1/3 ചർമ്മരോഗങ്ങളുമായി വരുന്ന കുട്ടികളാണ്. അതിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് മാത്രമല്ല, സ്കാബീസ്, നമ്മൾ ചൊറി, ചിരങ്ങ് എന്നൊക്കെ പറയും, അതേപോലെയുള്ള ചർമ്മരോഗങ്ങൾ വളരെ കോമൺ ആയിട്ട് ഒ പി ഡി ലെവലിൽ നമുക്ക് കിട്ടുന്ന രോഗങ്ങളാണ്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട രോഗമാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. ഇതൊരു അലർജി രോഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൊലിപ്പുറത്ത് കാണുന്ന ലീഷൻസിന് അല്ലെങ്കിൽ ഈ പാടുകൾക്കും ചൊറിച്ചിറങ്ങുകൾക്കെല്ലാം തൊലിപ്പുറത്ത് മാത്രമായി ചികിത്സ ചെയ്ത് മാറ്റുന്ന രീതി ഇക്കാര്യത്തിൽ ഫലപ്രദമല്ല തന്നെ. അറ്റോപിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ സീസൺ ആകുമ്പോൾ അതിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഫ്ലെയറപ്പ് ചെയ്യുകയും പിന്നീട് കുറേ കാലം ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയും ചെയ്താലും വീണ്ടും ചിലപ്പോൾ അത് മാസങ്ങളോ ഒരു വർഷം വരെയൊക്കെയോ ലക്ഷണങ്ങൾ കാണിക്കാതെ ഇരുന്നെങ്കിൽ കൂടി വീണ്ടും ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ശക്തമായി തന്നെ അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്ന ചില അവസരങ്ങളിൽ കുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെ ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ദീർഘകാല അനുബന്ധിയായിട്ടുള്ള ഒരു രോഗമാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള യുക്തമായ ഒരു ഡോക്ടറെ നേരിൽ കണ്ട് ശ്രദ്ധയോടുകൂടിയ ചികിത്സയും ഈ രോഗത്തിൻ്റെ പ്രതിരോധത്തിനും നിവാരണത്തിനും ഒരേപോലെ അത്യാവശ്യമാണ്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന രോഗം തീരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ജനിച്ച് ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ചില കുഞ്ഞുങ്ങളിൽ പ്രത്യേക ലക്ഷണങ്ങളോടുകൂടി കാണപ്പെടുന്നു. പ്രധാനമായും കവിളിൽ, മൂക്കിനു ചുറ്റും, ചെവിയുടെ പുറകിൽ, ബട്ടക്സിൽ, അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ ജനനേന്ദ്രിയത്തിനു ചുറ്റും തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുവന്ന നിറത്തോടു കൂടി സ്കെയിലിംഗ് അഥവാ ശൽക്കങ്ങൾ പോലെ വളരെയധികം വരണ്ട് ധാരാളം ചൊറിച്ചിലോടുകൂടി കുട്ടിക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിലുള്ള ചൊറിച്ചിലോടുകൂടി കാണപ്പെടുന്ന ഒരു രോഗമാണിത്. ഇതിൽ ഈ സ്കെയിലിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ വരണ്ട ചർമ്മം ഒരല്പം പീലിങ്ങോടുകൂടി ശൽക്കങ്ങളോടുകൂടിയൊക്കെ കാണുന്നതാണ് ഇതിനെ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം. വളരെയധികം കുഞ്ഞുങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ രോഗം സാധാരണഗതിയിൽ ഒരു ചികിത്സിക്കാതെ വിട്ടാൽ തന്നെ ഒരു 1-1.5 മാസം കൊണ്ട് മിക്കവാറും കുഞ്ഞുങ്ങളിൽ തനിയെ അങ്ങ് സബ്സൈഡ് ചെയ്യുന്നതായും കാണുന്നുണ്ട്. ചില കുട്ടികളിൽ ഇത് ചികിത്സിക്കാതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫൻറ്റൈൽ എക്സിമ എന്ന് നമ്മൾ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഇത് പുരോഗമിക്കുവാനും സാധ്യതയുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ ഈ തനിയെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു എക്സിമയെ നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നും പറയും.
സെബോറിക് സ്കാൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് തലയിലും ഇത് മറ്റ് ഏജ് ഗ്രൂപ്പിൽ നിന്നും വ്യത്യാസമായിട്ട് തലയിലടക്കം ഈ ചെറിയ സ്കെയിലിങ്ങും കളർ വ്യത്യാസവും എല്ലാം ചൊറിച്ചിലോടുകൂടി ഇത്തരത്തിൽ 3 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ഇൻഫൻറ്റൈൽ എക്സിമ എന്നാൽ 1 വയസ്സിനുള്ളിലുള്ള പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിൽ കാണുന്ന എക്സിമയാണ് നമ്മൾ ഇൻഫൻറ്റൈൽ എക്സിമ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. ഇൻഫൻറ്റൈൽ എക്സിമ നേരത്തെ നമ്മൾ പറഞ്ഞ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ മറ്റൊരു വകഭേദമാണ് എന്ന് തന്നെ പറയാം. ഇതിൽ കുഞ്ഞുങ്ങളിൽ ഈ ലീഷൻസ് അഥവാ ഈ ചൊറിച്ചിരങ്ങൾ കാണുന്ന സ്ഥാനം നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ കവിളുകളിൽ നല്ല ചുവന്ന നിറത്തോടു കൂടി വളരെ വരണ്ട് ചില സമയത്ത് വിണ്ടുകീറൽ എന്ന് തന്നെ തോന്നുന്ന രീതിയിൽ സ്കെയിലിങ്ങോടുകൂടിയൊക്കെ കവിളിൽ കാണാം, ചെവിയുടെ പുറകുവശത്ത് കാണാം, കഴുത്തിൻ്റെ പുറകുവശത്ത്, അതേപോലെ കൈകാലുകളിൽ മറ്റും അതിൻ്റെ പുറമേയുള്ള മടക്കിൻ്റെ പുറമേയുള്ള ഭാഗത്ത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് കാണുന്ന ഒരു അവസ്ഥയാണ് ഇൻഫൻറ്റൈൽ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിലും അതികഠിനമായിട്ടുള്ള ചൊറിച്ചിൽ കുഞ്ഞുങ്ങളിൽ കാണും. പ്രധാനമായിട്ട് രാത്രികാലത്താണ് ഈ ചൊറിച്ചിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. തണുപ്പ് കൂടുന്നതോടുകൂടി, ഡ്രൈനസ് കൂടുന്നതോടുകൂടി നമ്മൾ എല്ലാ സമയവും മോയ്സ്ചറൈസ്ഡായിട്ട് സ്കിൻ വെച്ചില്ല എങ്കിൽ സഹിക്കാനാവാത്ത വിധത്തിലുള്ള ചൊറിച്ചിലും വിണ്ടുകീറലും അതിൻ്റെ അസ്വസ്ഥതകളും ഈ രോഗത്തിന് വളരെയധികം പ്രകടമായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇൻഫൻറ്റൈൽ ഡെർമറ്റൈറ്റിസ് കാണുന്ന മറ്റ് ചില ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ കൈകാൽ മുട്ടുകളുടെ പുറമേയുള്ള ഭാഗങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി അവിടെ കാണാറുണ്ട്. അവിടെയുള്ള തൊലി സാധാരണ ഭാഗത്തേക്കാൾ കട്ടി കൂടുതലായിട്ടും കുറച്ച് ഒരു കറുപ്പ് കലർന്ന ചുവന്ന കളറോടുകൂടിയും മറ്റും കാണുന്നു. ഈ കണ്ടീഷൻ നമ്മൾ ഈ അവസ്ഥയിൽ ഇൻഫൻറ്റൈൽ ഡെർമറ്റൈറ്റിസിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇൻഫൻറ്റൈൽ എക്സിമയുടെ അവസ്ഥയിൽ നമ്മൾ യുക്തമായ ചികിത്സ നൽകി ചികിത്സിച്ചില്ല എങ്കിൽ ഇത് പിന്നീട് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം ചൊറിച്ചിൽ വളരെയധികം അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുന്നു എന്നതിന് പുറമെ തന്നെ ഇത് നമ്മൾ ചികിത്സിക്കാതെ വിടുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അനുകൂല സാഹചര്യങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാവാം, അതേപോലെ തന്നെ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ബാഹ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാകാം. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതരം കൃമികീടങ്ങൾ, ചില പ്രത്യേകതരം വസ്ത്രങ്ങൾ ചിലർക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഈവൻ സോപ്പ്, ചില പ്രത്യേകതരം സോപ്പുകളൊക്കെ ആണെങ്കിൽ തന്നെ ഇതിനെ അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിനൊക്കെ പുറമെ ജനറ്റിക്കായിട്ട്, അതായത് അറ്റോപിക് എക്സിമയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിലൊരു ജനിതക ഘടകമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇതേ തരത്തിലുള്ള ഡിസീസസ്, ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ, ചിലർക്ക് അതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആസ്തമ ഉണ്ടാവാം, ഹേ ഫീവർ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഫാമിലിയിൽ തന്നെ കാണാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഒരു ഇൻഫൻറ്റൈൽ എക്സിമ എന്ന സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ ഗൗരവപൂർവ്വം കാണുകയും ഇതിന് പുറമെ തൊലിപ്പുറമേയുള്ള അതിനെ താൽക്കാലികമായിട്ടൊന്ന് ശമിപ്പിക്കാനുള്ള ചികിത്സകൾക്ക് പുറമെ ഇതിന് കാരണഭൂതമായിരിക്കുന്ന ശരീരത്തിലെ ആ ഇമ്മ്യൂൺ റെസ്പോൺസ് അതിനെ ഒന്ന് സപ്രസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട മരുന്നുകൾ നിർബന്ധമായും ഉള്ളിൽ കഴിച്ച്, അതിൽ ആയുർവേദത്തിൽ വളരെ വിശദമായി ഇത്തരത്തിലുള്ള രോഗത്തിൻ്റെ ചികിത്സകൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഡോക്ടറെ കണ്ട് ഇൻഫൻറ്റൈൽ എക്സിമ എന്ന സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും ഒരേപോലെ തന്നെ ചികിത്സകൾ നൽകേണ്ട ഒരവസ്ഥയാണ് ഇൻഫൻറ്റൈൽ എക്സിമയിൽ ഉള്ളത്. അതുകൊണ്ട് ഇത് ഇൻഫെക്ഷനിലേക്കും ക്രോണിക് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്കും മറ്റ് സിസ്റ്റമിക് ഡിസീസസിലേക്കുമൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു പരിഹാരം, ഒരു ചികിത്സ കാണേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഇൻഫൻറ്റൈൽ എക്സിമയെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഫെമീലിയലായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് യുക്തമായ ചികിത്സ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതേ രോഗം തന്നെ അല്പം കൂടി മുതിർന്ന കുട്ടികളിലും കാണാവുന്നതാണ്. ഇൻഫൻറ്റൈൽ എക്സിമ എന്ന സ്റ്റേജ് കടന്ന് അല്പം കൂടി ക്രോണിക് ആയിട്ടുള്ള എക്സിമയായിട്ട് കുട്ടികളിൽ കാണാറുണ്ട്. പ്രധാനമായിട്ടും
നേരത്തെ പറഞ്ഞതുപോലെ ലീഷൻസ് ഉണ്ടാകുന്ന സ്ഥാനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ശരീരത്തിൻ്റെ പുറമേയുള്ള ഭാഗത്ത്, അതായത് കൈമുട്ടുകളുടെയും കാൽമുട്ടുകളുടെയും ഒക്കെ പുറമേയുള്ള ഭാഗത്താണ് ഇൻഫൻറ്റൈൽ എക്സിമയിൽ ലീഷൻസ് കാണുന്നതെങ്കിൽ, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിൽ കൈയുടെ മടക്കുകളിലും ഇടുക്കുകളിലുമൊക്കെ ആയിട്ട്, കൈയുടെ മാത്രമല്ല കാലിൻ്റെയും ജോയിൻസിൻ്റെയും ഒക്കെ ഇടുക്കുകളിലായിട്ട്, കഴുത്തിൻ്റെ മുൻവശത്ത്, ചെവിയുടെ പുറകിലും കാണാവുന്നതാണ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ലീഷൻസ് കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളർ വ്യത്യാസം, കറുപ്പ് കലർന്ന ചുവന്ന നിറം, വിണ്ടുകീറൽ, ചർമ്മത്തിന് കട്ടി കൂടൽ, അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ, ഇതെല്ലാം കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലുള്ള എക്സിമയിലും കാണും. അതേപോലെ തന്നെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇൻഫെക്ഷൻസ്, പലതരം ഇൻഫെക്ഷൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസഹനീയമായ ചിലപ്പോൾ ചൊറിച്ചിൽ, ധാരാളമായിട്ട് നമ്മൾ ചൊറിയുമ്പോൾ പൊട്ടിയൊലിച്ചിട്ട് അങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതുമെല്ലാം പിന്നീട് നമുക്കൊരു ആൻറ്റിബയോട്ടിക് തെറാപ്പിയിലേക്കും മറ്റും പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളതിനാൽ ഈ അവസ്ഥയിൽ എത്തുന്നത് മുമ്പ് തന്നെ ഇത് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സിമയുടെ ചികിത്സയുടെ ആദ്യത്തെ പടി ആയുർവേദത്തിൽ നമ്മൾ വളരെയധികം ഫോക്കസ് കൊടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നിദാന പരിവർജനം, അതായത് കാരണങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളത്. അപ്പോൾ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് ജനിതകപരമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ ഒന്നുണ്ട്. കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ചിലതരം പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുമ്പോൾ അതൊക്കെ എക്സിമയുടെ കാരണങ്ങളായിട്ട് സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അലർജിക് റെസ്പോൺസാണ്, അതായത് ചില പ്രത്യേകതരം വസ്തുക്കൾക്ക്, അത് ഭക്ഷണമായിക്കോട്ടെ, അന്തരീക്ഷത്തിലുള്ള കീടാണുക്കളാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ മൈറ്റ്സ്, നമ്മൾ ചില പ്രത്യേകതരം ചെള്ളുകൾ, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാവാം. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ചെറിയ കുട്ടികളിലാവുമ്പോൾ നമ്മൾ ഈ ചെളി ഇല്ലാധികം കളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതിനോടൊപ്പം തന്നെ ഭക്ഷണം വളരെ പ്രധാനത്തോടുകൂടി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇതിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്തന്യദുഷ്ടി എന്നൊരു സങ്കല്പം ആയുർവേദത്തിലുണ്ട്. അതായത് കുട്ടിയുടെ അമ്മയുടെ പാലിലൂടെ അല്ലെങ്കിൽ ദുഷ്ടമായ പാലിലൂടെ, മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ദുഷ്ടമായ പാല് കുട്ടി കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടാകുന്നതെന്നുള്ള സങ്കല്പമാണ് ആയുർവേദത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഹാര വിഹാരങ്ങൾ അമ്മ അവോയ്ഡ് ചെയ്യേണ്ട വളരെയധികം ആവശ്യമുണ്ട്. തീരെ കൊച്ചു കുഞ്ഞുങ്ങളിലാണ് കാണുന്നതെങ്കിൽ. കുറച്ച് മുതിർന്ന കുട്ടികളിലാണെങ്കിൽ കുട്ടിയുടെ ആഹാരവിഹാരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിലേറ്റവും പ്രാധാന്യമുള്ളവ, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നവയും ചിലതരം ആഹാര പദാർത്ഥങ്ങളിൽ കോഴിമുട്ട വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. ചിക്കനും കോഴിമുട്ടയും രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. സീ ഫിഷ്, കടലിലുണ്ടാകുന്ന മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് അയല, കൊഞ്ച് തുടങ്ങിയ, അതുപോലെ ഷെൽ ഫിഷസ്, കക്ക തുടങ്ങി ഷെല്ലുള്ള മത്സ്യങ്ങൾ. ഡയറി പ്രോഡക്ട്സ് നമ്മൾ പറയുമ്പോൾ പാലും പാലുൽപ്പന്നങ്ങളും ഏകദേശം എല്ലാം തന്നെയുണ്ട്. അവയിൽ തന്നെ പുളിപ്പിച്ചെടുക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് തൈര്, വളരെയധികം ഇത്തരത്തിലുള്ള അലർജിക് റെസ്പോൺസസിനെ ഉണ്ടാക്കുന്നതാണ്. ചീസ്, നമ്മൾ വാങ്ങുന്ന ചീസില്ലേ, ഇതെല്ലാം പ്രധാനമായിട്ടും അലർജിക് എക്സിമയ്ക്ക് ട്രിഗേഴ്സായിട്ട് അല്ലെങ്കിൽ ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കി വിടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ബെഡിങ്ങിൽ, വസ്ത്രത്തിൽ ഒക്കെയുള്ള ചില പ്രത്യേകതരം വസ്തുക്കളുടെ കോണ്ടാക്ട്സ് മൂലവും, ചില പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളുടെ അടിവസ്ത്രങ്ങളൊക്കെ നമ്മൾ ഭംഗി നോക്കി പല തൊങ്ങലുമൊക്കെ പിടിപ്പിച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ധരിപ്പിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിട്ടും ഒരഞ്ഞ് ഉണ്ടാവുന്നത് പോലെയും ഇടുക്കുകളിൽ, വിയർക്കുന്ന ഭാഗങ്ങളിൽ, വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള അലർജിക് റെസ്പോൺസസ് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, വസ്ത്രങ്ങൾ, ബെഡിങ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫാമിലിയിൽ ഇങ്ങനെയുള്ള ഹിസ്റ്ററിയുള്ള കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ഇതിൻ്റെ ട്രിഗേഴ്സ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരത്തിലുള്ള സ്കിൻ ലീഷൻസ് പ്രത്യക്ഷപ്പെടുന്ന അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ അലർജിക് എക്സിമയ്ക്ക് ആയുർവേദത്തിൽ നമ്മൾ
സ്കിൻ ഡിസീസസിനെ പൊതുവേ ആയുർവേദത്തിൽ കുഷ്ഠങ്ങൾ എന്നാണ് പറയാറ്. ഈ കുഷ്ഠം എന്ന പദത്തിനോട് തന്നെ നമുക്ക് ഒരല്പം ഭയം അല്ലെങ്കിൽ ഒരു ബീഭത്സത ഉണ്ടാക്കുന്നൊരു പദമാണ്. കേട്ടിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ആയുർവേദത്തിൽ സിമ്പിളായിട്ട് കുഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർമ്മരോഗം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. പലതരം ചർമ്മരോഗങ്ങൾ ആയുർവേദത്തിൽ വളരെ വിശാലമായിട്ടുള്ള ചർമ്മരോഗങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആയുർവേദത്തിലുണ്ട്. സാധാരണ ചർമ്മരോഗങ്ങളിൽ പറയുന്നതിലുപരിയായിട്ട് ആയുർവേദത്തിൻ്റെ പീഡിയാട്രീഷ്യൻസിൻ്റെ ഏറ്റവും അഗ്രഗണ്യനായ കശ്യപൻ പ്രത്യേകമായി ചർമ്മദലം എന്ന ഒരു രോഗത്തെപ്പറ്റി കശ്യപ സംഹിതയിൽ പറയുന്നുണ്ട്. വളരെ ടിപ്പിക്കലായിട്ട് നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ കാണുന്ന എക്സിമയുടെ പല വകഭേദങ്ങളും കൃത്യമായിട്ട് വാത, പിത്ത, കഫ, സന്നിപാത ചർമ്മദലങ്ങളുടെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചികിത്സ എല്ലാം കശ്യപ സംഹിതയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ചർമ്മദലം എന്ന രോഗമായിട്ട് നമുക്ക് അലർജിക് ഡെർമറ്റൈറ്റിസിനെ അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഭംഗിയായ രീതിയിലുള്ള അതിൻ്റെ പ്രിവെൻഷനും ചികിത്സയും ആചാര്യൻ വിശദമാക്കുന്നുണ്ട്. ചർമ്മദലത്തിന് തന്നെ വാതികം, പൈത്തികം, കഫജം, പിന്നെ ഇത് മൂന്നും ചേർന്നുണ്ടാകുന്ന അവസ്ഥയാണ് സാന്നിപാതികം എന്ന് പറയുന്നത്. ഈ വിഭജനം പ്രധാനമായിട്ടും ലക്ഷണങ്ങളെ ആസ്പദമാക്കിയും ഏതെല്ലാം കാരണങ്ങളെ കൊണ്ട് ഇതിൻ്റെ എക്സാസർബേഷൻ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയുമെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വിഭജനങ്ങൾ വരുന്നത്. ഈ വിഭജനത്തെ ആശ്രയിച്ച് തന്നെ ചികിത്സ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ദോഷം ഏതെല്ലാം ഗുണങ്ങൾ കൊണ്ട് ഏതെല്ലാം തരത്തിൽ പ്രകടമാകുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ വിഭജനം വരുന്നത്. കൃത്യമായി ഏത് ദോഷപ്രധാനമായിട്ടുള്ള ചർമ്മദലമാണെന്ന് ഡയഗ്നോസ് ചെയ്ത് അതിന് യുക്തമായിട്ടുള്ള പ്രിവെൻഷനും ചികിത്സയും നടത്തിയാൽ വളരെ ഫലപ്രദമായിട്ട് ഇതിൻ്റെ വർഷാവർഷമുള്ള എക്സാസർബേഷൻസ് കൺട്രോൾ ചെയ്യാനും ഒരു പരിധിവരെ രോഗത്തെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഉന്മൂലനം ചെയ്യാനും നമുക്ക് സാധിക്കും. ശരിക്കും ഇതിനെ ഒരു ദീർഘകാലം മോഡേൺ മെഡിസിനിൽ ഇതിന് പറയുന്ന അങ്ങനെ ഒരു ക്യൂർ എന്ന് പറയാൻ പറ്റുന്ന ഒരു രോഗമായിട്ട് അവർ പറയുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എക്സാസർബേഷൻ ഉണ്ടാക്കാതെ നോക്കുകയും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഈ ഒരു പ്രവണത, അതായത് ചില വസ്തുക്കളോട്, ചില ബാഹ്യവസ്തുക്കളോടുള്ള അമിതമായിട്ടുള്ള പ്രതികരണശേഷിയെ ഒരല്പം ഒന്ന് ഒതുക്കുക, അങ്ങനെയുള്ള പ്രതികരണത്തെ തടയുക എന്ന രീതിയിൽ നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന ധാതുക്കളിലും ദോഷങ്ങളിലും ഉണ്ടാകുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റി പവറിനെ മോഡുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു അമിതമായിട്ടുള്ള ഒരു റെസ്പോൺസ് ശരീരത്തിന് ഉണ്ടാകാതെ ഇരിക്കുകയും അങ്ങനെ ഈ രോഗത്തെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യാം. ഈ ഒരു രീതിയാണ് സാധാരണയായിട്ട് ആയുർവേദത്തിൽ നമ്മൾ കൈവരിച്ച് പോരാറ്. എല്ലാ രോഗങ്ങളിലും തന്നെ അത് തന്നെയാണെങ്കിൽ പോലും ഈ ഇത്തരം ചർമ്മരോഗങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഡെർമറ്റൈറ്റിസ് നമുക്ക് പെട്ടെന്നൊന്ന് തോന്നും എല്ലാം മാറി, ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല, ചർമ്മം സാധാരണഗതിയിലായി. ചെറിയൊരു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രിഗർ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് അതിന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയായിട്ട് എല്ലാം മാറി എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ കാരണങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു എക്സാസർബേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വെറും തൊലിപ്പുറമേയുള്ള സൂത്തിങ് ആയിട്ടുള്ള മരുന്നുകൾ പുരട്ടുന്നത് കൊണ്ട് മാത്രം ഇതിൻ്റെ ചികിത്സ ഒതുക്കരുത് എന്നും അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണമായ ഈ ഒരു അലർജിയെ മാറ്റിയെടുക്കാൻ വേണ്ട ചികിത്സ വളരെയധികം അത്യാവശ്യമാണെന്നും പറയാൻ പ്രധാന കാരണം. ഈ ചർമ്മദല ചികിത്സയിലും ഇതേപോലെ തന്നെ ഉള്ളിലുള്ള മരുന്ന് സേവ വളരെ പ്രധാനമാണ്. അത് ഈ 3 മാസത്തിന് താഴെ അല്ലെങ്കിൽ 1 വയസ്സിന് താഴെ നമ്മൾ പ്രധാനമായിട്ടും ചർമ്മദലത്തിനെ ഒരു ക്ഷീരദുഷ്ടി ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അമ്മയുടെ മുലപ്പാലിൻ്റെ ദുഷ്ടി. അപ്പോൾ ഈ പ്രത്യേക തരത്തിലുള്ള ആഹാരവിഹാരങ്ങൾ അമ്മ കഴിക്കുന്നത് കൊണ്ടുകൂടെ ഈ ഒരു ദുഷ്ടി ഉണ്ടാകുന്നതിനാൽ ഈ സമയത്ത് അമ്മയുടെ ആഹാരം വളരെ പ്രധാനമാണ്. ആഹാരവിഹാരങ്ങൾ രണ്ടും വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ കുട്ടിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടിക്ക് കൊടുക്കുന്ന സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ, മറ്റ് കുട്ടിയുമായി പെരുമാറുമ്പോഴുണ്ടാകുന്ന എല്ലാ വസ്തുക്കളും ഇത്തരത്തിലുള്ള അലർജി ഉണ്ടാക്കുന്നവയെ ഒഴിവാക്കി കുട്ടിക്ക് ഉള്ളിൽ മരുന്ന് കൊടുക്കാൻ, അത് പുറമേയുള്ള മരുന്നിനോടൊപ്പം തന്നെ കുട്ടിക്കും അകത്ത് കൊടുക്കുവാൻ ചില പ്രത്യേക മരുന്നുകൾ, പ്രധാനമായിട്ടും കുട്ടിക്ക് ശോധന ചികിത്സ, വളരെയധികം വിഷിയേറ്റഡ് ആയിട്ടിരിക്കുന്ന ദോഷങ്ങൾ വളരെയധികം, ഇതൊരു ക്രോണിക് ഡിസീസാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് മുതിർന്ന കുട്ടികളിലുണ്ടാകുന്ന എക്സിമ ദീർഘകാലാനുബന്ധിയായിട്ടുള്ള ഒരു എക്സിമയിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ശോധന ചികിത്സ തന്നെ ഉള്ളിലുള്ള ഈ നമ്മൾ പറയുന്ന വിഷാംശത്തെ
കംപ്ലീറ്റായിട്ട് മാറ്റി നീക്കാനുള്ള ശോധന ചികിത്സ തന്നെ ദീർഘകാലാനുബന്ധിയായിട്ടുള്ള ഈ ചർമ്മതല രോഗത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അമ്മയുടെ മുലപ്പാലിനെ ശോധന ചെയ്യുന്നതിന് വേണ്ട ചികിത്സ അമ്മയ്ക്കും, അതേപോലെ തന്നെ കുട്ടിയുടെ ഉള്ളിൽ ഉള്ള ഈ നിജമായിട്ടുള്ള ദോഷങ്ങളുടെ ദുഷ്ടിയെ ബാലൻസ് ചെയ്യാൻ വേണ്ട ചികിത്സ കുട്ടിക്കും പലതരത്തിലുള്ള ഉരച്ചു കൊടുക്കുന്ന മരുന്നുകളായിട്ട്, ലേഹ്യങ്ങളായിട്ട്, ഘൃതപ്രയോഗങ്ങളായിട്ട് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ഘൃതപ്രയോഗം എന്നത് നമ്മൾ നേരത്തെ മോയ്സ്ചറൈസറിൻ്റെ ഉപയോഗം പറഞ്ഞതുപോലെ തന്നെ ഉള്ളിലും പുറമേയും നിരന്തരമായുള്ള സ്നേഹപ്രയോഗം എന്ന് നമ്മൾ പറയും. അതായത് ഒരു മയം, ത്വക്കിന് മയമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ, തിക്തകം, ഘൃതമൊക്കെ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഉള്ളിലും പുറത്തും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ലേപങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിളാണ്. ഇത്തരത്തിലുള്ള മരുന്നുകളുടെ നിരന്തരമായിട്ടുള്ള പ്രയോഗം ചൊറിച്ചിലിനെ കുറയ്ക്കാൻ, വിള്ളലിനെയും സ്കെയിലിങ്ങിനെയും മാറ്റാൻ, അതേപോലെ തന്നെ കുട്ടിക്ക് ആ സ്കിന്നിൻ്റെ ഒരു നോർമൽസി വീണ്ടെടുക്കാനൊക്കെ വളരെയധികം സഹായിക്കും. ദീർഘകാലാനുബന്ധിയായിട്ട് ഇത്തരം ചികിത്സകൾ ചെയ്യുന്നത് കൊണ്ട് ഏറെക്കുറെ നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ അപൂർവമായിട്ട് അഡ്മിറ്റ് ചെയ്ത് കുട്ടികളെ ചികിത്സിക്കേണ്ട, അതായത് ദീർഘകാലാനുബന്ധിയായിട്ടുള്ള അവസരങ്ങളിൽ അഡ്മിറ്റ് ചെയ്ത് ഒരു ശോധന ചികിത്സ തന്നെ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസം ഈ രോഗങ്ങളിൽ കാണുന്നു. പിന്നീട് ട്രിഗേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള എക്സാസർബേഷൻ ഉണ്ടായാൽ പോലും വലിയ തോതിലുള്ള ഒരു അസഹനീയമായ രീതിയിലുള്ള ഒരു പ്രകടനം ഈ രോഗത്തിന് അതിനുശേഷം ഉണ്ടാവുന്നതായി കാണാറില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇൻപേഷ്യൻ്റ്, അതായത് അഡ്മിറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ ആ അവസ്ഥയിലും അല്ലാതെ തന്നെ നമ്മൾ ഒരു പഥ്യാപഥ്യ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് ദീർഘകാലം OP ലെവലിൽ, അതായത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന രീതിയിലും ഇതിന് ചികിത്സ ലഭ്യമാണ്. ഘൃതപ്രയോഗങ്ങൾ, അതേപോലെ പലതരത്തിലുള്ള ഇപ്പോൾ ആയുർവേദിക് മോയ്സ്ചറൈസേഴ്സ് തന്നെ വളരെയധികം ലഭ്യമാണ്. അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ നിരന്തരമായിട്ട്, ഒരു പക്ഷേ നമ്മളിപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ നിരന്തരമായിട്ട് എല്ലാ കാലവും നമ്മൾ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ കരുതിയാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് വളരെ വർഷങ്ങളോളം ഉപയോഗിച്ച് പോരുകയാണെങ്കിൽ രോഗനിയന്ത്രണം വളരെയധികം സാധ്യമാകുന്ന ഒരു രോഗം തന്നെയാണ് അലർജിക് എക്സിമ, ചർമ്മതലം അഥവാ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് നമുക്ക് കാണാൻ മനസ്സിലാവും. ഈ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെയും കുട്ടികളെയും വിഷമിപ്പിക്കുന്ന ചർമ്മതലം അഥവാ അലർജിക് എക്സിമ ഓർ ഇൻഫൻറ്റൈൽ എക്സിമ എന്ന രോഗത്തെ പറ്റിയുള്ള വിശദാംശങ്ങൾ, അതിൻ്റെ നിവാരണവും ചികിത്സയും എല്ലാം നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കി. ജീവധാരയുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ.